ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങൾ അമേരിക്കയെയും ഇസ്രായേലിനെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. യമനിൽ നടത്തിയ വ്യാപക വ്യോമാക്രമണങ്ങളെ കൊണ്ടും ഹൂതികളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന യാഥാർത്ഥ്യം വൈകിയാണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഗാസയിലെ കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ ലോകത്തിനുമെതിരെ ഇറാൻ അനുകൂലികളായ ഹൂതികൾ ആക്രമണം കടുപ്പിക്കുന്നത് ആഗോള വ്യാപാര പാതകളെയും രാഷ്ട്രീയ സമവാക്യങ്ങളെയും സാരമായി ബാധിക്കുന്നുണ്ട്. ചെങ്കടലിലൂടെ ഏതൊക്കെ കപ്പൽ യാത്ര ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോഴും ഹൂതികളാണെന്നത് അമേരിക്കൻ ചേരിക്ക് പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ ചേരിയുടെ ദീർഘകാല പേടി സ്വപ്നമാണ് ഹൂതികൾ. ഇവരെ ഇല്ലാതാക്കാൻ ഇറാനിൽ അക്രമം നടത്തുന്നതിന് മുൻപ് തന്നെ ഹൂതികളുടെ തട്ടകമായ യമനിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന വ്യാപകമായ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഈ വ്യോമാക്രമണങ്ങൾക്കൊന്നും കടലിലെ ഈ ചാവേറുകളുടെ പോരാട്ട വീര്യത്തിനും ആയുധശേഷിക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നത് അമേരിക്കയും ഇസ്രായേലിനെയും ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. 100 കണക്കിന് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷവും പുതിയ തരം ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ കഴിയുന്നു എന്നത് അവരുടെ പ്രതിരോധ ശേഷിയുടെയും ഇറാനിൽ നിന്ന് ലഭിക്കുന്ന സഹായത്തിന്റെയും വ്യാപ്തി വെളിപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 കൂറ്റൻ കപ്പലുകൾ കടലിൽ മുക്കി അമേരിക്കൻ ചേരിയെ ഹൂതികൾ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇത് അവരുടെ ആക്രമണങ്ങളുടെ തീവ്രതയും ലക്ഷ്യബോധവും വർദ്ധിച്ചു എന്നതിന്റെ തെളിവാണ്. ഹൂതികൾ അടുത്തിടെ മുക്കിയ കപ്പലുകളിൽ ഒന്ന് എറ്റേണിറ്റി സി എന്ന ചരക്ക് കപ്പലാണ്. ഈ കപ്പലിൽ കാവലായി ഉണ്ടായിരുന്ന സായുധ ജീവനക്കാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ ഈ ആക്രമണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. കപ്പലിൽ 25 ജീവനക്കാരുണ്ടായിരുന്നുവെന്നാണ് ബ്രിട്ടനിലെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഏജൻസി അറിയിച്ചിരിക്കുന്നത്. ജൂലൈ 7-നാണ് സംഭവം നടക്കുന്നത്. ചെറു ബോട്ടുകളിൽ എത്തിയ ഹൂതികൾ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ കപ്പലിൽ പതിച്ചതിനെ തുടർന്നാണ് കപ്പൽ നിശ്ചലമായത്. തുടർന്ന് കപ്പൽ മുങ്ങുകയും ചെയ്തു. റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ കപ്പലിൽ പതിച്ചതിനെ തുടർന്നാണ് കപ്പൽ നിശ്ചലമായത്. തുടർന്ന് കപ്പൽ മുങ്ങുകയും ചെയ്തു. ഇസ്രായേലിലേക്ക് പോകുകയായിരുന്നതിനാലാണ് ഈ കപ്പലിനെ ആക്രമിച്ചത് എന്നും എന്നാൽ ഒരു നിശ്ചിത എണ്ണം ജീവനക്കാരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നും ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ അറിയിച്ചിട്ടുണ്ട്. ഹൂതികൾ തങ്ങളുടെ ആക്രമണങ്ങൾക്ക് ശേഷം പ്രസ്താവനകൾ ഇറക്കി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് പതിവാണ്. സംഭവത്തെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായി അപലപിച്ചിട്ടുമുണ്ട്. യമനിലെ അമേരിക്കൻ എംബസി തട്ടിക്കൊണ്ടുപോയ കപ്പൽ ജീവനക്കാരെ ഉടൻ മോചിപ്പിക്കണമെന്ന് ഹൂതികളോട് ആവശ്യപ്പെട്ടു. കപ്പലിലുണ്ടായിരുന്ന 27 പേർ ഫിലിപ്പീൻസ് പൗരന്മാരായിരുന്നുവെന്ന് ഫിലിപ്പീൻസ് അധികാരികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. യൂറോപ്യൻ